ബൈക്കിന്റെ വിലയിൽ ഒരു കാർ. ഇന്ത്യയിലെ ഏതു സാധാരണക്കാരനും സ്വന്തമായൊരു കാർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാകണം. ഇതായിരുന്നു ടാറ്റ ഗ്രൂപ്പിന്റെ മുൻ ചെയർമാനായിരുന്ന രത്തൻ ടാറ്റ കണ്ട സ്വപ്നം. അദ്ദേഹം അത് നടത്തി. 2008 ഡൽഹി ഓട്ടോ എക്സ്പോയിൽ ടാറ്റ മോട്ടോഴ്സ് അങ്ങനെ ഒരു കാർ അവതരിപ്പിച്ചു, ടാറ്റ നാനോ. പേരുപോലെ തന്നെ ഒരു കുഞ്ഞൻ കാർ. ഇന്ത്യൻ ഓട്ടോമൊബൈൽ രംഗത്ത് വിപ്ലവമുണ്ടാക്കിയ ടാറ്റ നാനോയിലേക്ക് രത്തൻ ടാറ്റ എങ്ങനെ എത്തിപ്പെട്ടു? പിന്നീട് വിപണിയിൽ നിന്നും കാർ പൂർണ്ണമായും അപ്രത്യക്ഷമാവാൻ കാരണം എന്താണ്? ഇന്ത്യയുടെ പല നഗരങ്ങളിലൂടെയും യാത്ര ചെയ്തിരുന്ന രത്തൻ ടാറ്റ സ്ഥിരമായി കണ്ടിരുന്ന ഒരു കാഴ്ചയായിരുന്നു ഇരുചക്ര വാഹനങ്ങളിൽ തിങ്ങി ഞെരങ്ങി ഒട്ടും സുരക്ഷിതമല്ലാത്ത റോഡിലൂടെയുള്ള പല കുടുംബങ്ങളുടെയും യാത്ര. ഇതിൽ നിന്നും ഒരു മാറ്റം വരണം. മധ്യവർഗക്കാർക്കും സുരക്ഷിതമായി ഇന്ത്യയിലെ റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കണം. ഈ ആഗ്രഹമാണ് ടാറ്റ മോട്ടോഴ്സിനെ ടാറ്റ നാനോയിൽ എത്തിച്ചത്. ഇരുചക്ര വാഹനങ്ങൾ എങ്ങനെ കൂടുതൽ സുരക്ഷിതമാക്കാമെന്നായിരുന്നു രത്തൻ ടാറ്റയുടെ ആദ്യ ചിന്ത. അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചെങ്കിലും അത് വിജയകരമായില്ല. പിന്നീടാണ് ഇരുചക്ര വാഹനത്തിന്റെ അതേ വിലയിൽ ഒരു കാർ എന്ന ആശയത്തിലേക്ക് ടാറ്റ കമ്പനി എത്തുന്നത്. 2007 ഇങ്ങനെ ഒരു കാറിന്റെ രൂപരേഖ കമ്പനി പുറത്തിറക്കി. പക്ഷേ അത് വെറും പേപ്പർ വർക്കായി തീരുമെന്നായിരുന്നു പലരും കരുതിയത്. 2008 തന്നെ ടാറ്റ കമ്പനി ടാറ്റ നാനോ പുറത്തിറക്കി. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും ചെറിയ കാർ അതായിരുന്നു നാനോ. ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കുന്ന പെട്രോൾ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന കാർ എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ടായിരുന്നു. ടാറ്റ നാനോ സ്റ്റാൻഡേർഡ്, CX, LX എന്നീ 3 വേരിയന്റിലാണ് ആദ്യം കാർ പുറത്തിറക്കിയത്. രൂപത്തിൽ ചെറുതാണെങ്കിലും കാറിന്റെ ഉൾഭാഗം പുറംഭാഗത്തെ അപേക്ഷിച്ച് 21% വലുതായിരുന്നു. റോഡ് ടാക്സ് അടക്കം വെറും 1,20,000 രൂപയ്ക്കാണ് കാർ വിപണിയിൽ ഇറക്കിയിരുന്നത്. മറ്റു കാറുകളിൽ ഉപയോഗിക്കുന്ന ഇൻഫോർടൈൻമെന്റ്, AC, എയർ ബാഗ് എന്നിവയെല്ലാം തന്നെ നാനോയിൽ നിന്ന് ഒഴിവാക്കിയതും കാർ നിർമ്മാണത്തിന് ആവശ്യമായ സ്റ്റീലിന്റെ അളവും നട്ടുകളുടെയും വൈപ്പറിന്റെയും എണ്ണം കുറച്ചതും വില കുറവിന് ഒരു കാരണമായിരുന്നു. കുറഞ്ഞ ചെലവിൽ ജോലി ചെയ്യാൻ തയ്യാറായ പ്രദേശവാസികളെ ഉപയോഗിച്ച് കാർ നിർമ്മാണത്തിന് ഉത്തരാഖണ്ഡിലെ പൻനഗറിൽ ആദ്യം ഒരു ചെറിയ ഫാക്ടറി നിർമ്മിച്ചു. വളരെ കുറച്ചു കാറുകൾ മാത്രമായിരുന്നു അവിടെ ഉൽപ്പാദിപ്പിച്ചത്. 2006 വെസ്റ്റ് ബംഗാളിലെ സിംഗൂറിൽ ഒരു ഫാക്ടറി തുടങ്ങാൻ ടാറ്റ കമ്പനി തീരുമാനിച്ചു. പുതിയ ഫാക്ടറിയിലേക്ക് വേണ്ടി തങ്ങളുടെ ഭൂമി നിർബന്ധിതമായി ഏറ്റെടുക്കുന്നതിനെതിരെ പ്രദേശത്തുള്ള കർഷകർ പ്രതിഷേധം തുടങ്ങി. കമ്പനി പ്രതിനിധികൾ കർഷകരോട് സംസാരിച്ചെങ്കിലും ഭൂമി വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല. 2010 സിംഗൂറിൽ നിന്നും പൂർണ്ണമായും ടാറ്റയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു. പിന്നീട് ഗുജറാത്തിലെ സാനന്ദിൽ ഒരു കൊല്ലം 3 ലക്ഷത്തോളം കാർ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ഫാക്ടറി ആരംഭിച്ചു. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയും രത്തൻ ടാറ്റയും ചേർന്നാണ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്തത്. ചെറിയ കാർ ആയതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമായിരുന്നു. തുടക്കത്തിൽ ഇന്ത്യയിൽ മാത്രം വിപണിയുണ്ടായിരുന്ന നാനോ പിന്നീട് പുറത്തേക്കും വിൽപ്പന ആരംഭിച്ചു. നാനോയുടെ വരവോടുകൂടി മാരുതി 800ന്റെ വില 20%, യൂസ്ഡ് കാറുകളുടെ വില 30% കുറഞ്ഞു. 2008 മുതൽ 12 വരെ നല്ല ലാഭത്തിലായിരുന്ന നാനോയുടെ വിൽപ്പന 12ന് ശേഷം പതിയെ കുറയാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ 1,20,000 രൂപയ്ക്ക് വിറ്റിരുന്ന കാറിന് പിന്നീട് 2.5 ലക്ഷം കടന്നു. റോ മെറ്റീരിയൽസിന്റെ വില കൂടിയതും തൊഴിലാളികളുടെ കൂലി വർധനവും ജനങ്ങളുടെ അഭിപ്രായ പ്രകാരം കാറിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും വില വർധനവിന് കാരണമായി. നാനോയുടെ വില ഉയർന്ന് മാരുതി 800ന്റെ വിലയോടടുത്തെത്തിയപ്പോൾ ജനങ്ങൾ 2 കാറിനെയും താരതമ്യം ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടും ലാഭവും സുരക്ഷിതവും മാരുതി 800 ആണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അത് നാനോയുടെ വിൽപ്പനയെ സാരമായി തന്നെ ബാധിച്ചു. 2017 ആർക്കും വേണ്ടാത്തൊരു കാറായി നാനോ മാറുകയായിരുന്നു. സുരക്ഷാക്കുറവും പല കാറുകളും കത്തിപ്പോകുന്നതും വില കൂടുന്നതിനനുസരിച്ച് കാറിലെ സൗകര്യങ്ങൾ കൂടാത്തതും ഉപഭോക്താക്കളെ പിന്നിലേക്ക് വലിച്ചു. 2018 നാനോ വിപണിയിൽ നിന്നും പൂർണ്ണമായും മാഞ്ഞു. 2009 യൂറോപ്പിലേക്ക് കയറ്റി അയക്കുന്നതിനായി ടാറ്റ നാനോ യൂറോപ്പ എന്ന കാർ അവതരിപ്പിച്ചെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. 2010 ജനീവ മോട്ടോർ ഷോയിൽ ഒരു ഇലക്ട്രിക് കാറും 2013 CNGയിൽ പ്രവർത്തിക്കുന്ന ടാറ്റ നാനോ ഇമാക്സ് എന്ന കാറും അവതരിപ്പിച്ചു. പക്ഷേ അവയ്ക്കൊന്നും വിപണിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിഞ്ഞില്ല. ഇലക്ട്രിക് ടാറ്റ നാനോ പുതിയ ഫീച്ചറുകളുമായി വിപണിയിൽ എത്തുമോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ച. എന്നാൽ ടാറ്റ മോട്ടോഴ്സ് ഇതുവരെ ഈ കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയിട്ടില്ല.